ഈ ചിത്രത്തിൽ കാണുന്ന എൻ്റെ അളിയൻ ബിട്ടു ബജ്റംഗി. അളിയൻ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ തന്നെ ഒരു താരമാണ്, ഒരു കഥാപാത്രമാണ്. വർത്തമാനകാല ഇന്ത്യയിൽ കിളിച്ചു വന്ന ഒരു കഥാപാത്രം. അദ്ദേഹത്തിൻ്റെ പേര് ബിട്ടു ബജ്റംഗി എന്നാണ്. അളിയൻ 2023 വർഗീയ കലാപത്തിൽ ഒരു പ്രതിയാണ്. അളിയൻ്റെ ജീവിതത്തിൽ അളിയൻ്റെ പ്രണയവും ഇഷ്ടവും തലോടലും സാന്ത്വനപ്പെടുത്തലും കുളിപ്പിക്കലുമെല്ലാം ഗോക്കളയായിരുന്നു. ഗോക്കളെ മേച്ചും കളിച്ചും ചിരിച്ചും എന്ന് പറയുന്നൊരു പാട്ടുണ്ടല്ലോ. അങ്ങനെ ഗോക്കള മേച്ചും കളിച്ചും ചിരിച്ചുമാണ് ഈ ബിട്ടു ബജ്റംഗി വളർന്നു വന്നത്. അതിനെ തലോടും, അതിന് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. എന്ന് പറഞ്ഞാൽ മറ്റൊന്നിന് കർമ്മയോഗത്താൽ അതുതാനല്ലയോ ഇതെന്ന് വർണ്ണയത്തിൽ ആശങ്കയിലാണ് അദ്ദേഹം ജീവിച്ചത്. അങ്ങനെ ജീവിച്ചു പോരുന്നതിനിടയിൽ അദ്ദേഹം ഗോരക്ഷാ ഫോഴ്സ് എന്ന് പറയുന്ന ഒരു ഫോഴ്സും ഉണ്ടാക്കി. പശുവിനെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ അദ്ദേഹം ഓടിയെത്തും. എന്ന് മാത്രമല്ല, മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ എന്തെങ്കിലും ഇറച്ചി കൊണ്ടുപോയാൽ അത് പശുവിറച്ചിയാണ് എന്ന് സ്വയം പ്രഖ്യാപിച്ച് അവിടേക്ക് ഓടിയെത്തുന്ന നല്ലൊരു കാളയായിരുന്നു. പശുവിൻ്റെ അച്ഛനാണല്ലോ പണ്ട് VS പറഞ്ഞതുപോലെ കാള എന്ന് പറഞ്ഞതുപോലെ അത്തരത്തിലൊരു നല്ല ആളായിരുന്നു ബിട്ടു ബജ്റംഗി. അദ്ദേഹം കല്യാണമെല്ലാം ഉറപ്പിച്ചു വെച്ചു. ഭാര്യയെ കണ്ടുമുട്ടി, പ്രതിശ്രുത വധുവിനെ എല്ലാം കണ്ടുമുട്ടി കല്യാണമെല്ലാം ഉറപ്പിച്ചു. പക്ഷേ ഒരു കാര്യമുള്ളത്, കല്യാണ വീട്ടിൽ പറഞ്ഞിരുന്നത് വലിയ സ്വാധീനവുമൊക്കെയുള്ള വലിയൊരു നേതാവാണ്, MLAയും MPയും മന്ത്രിയും ഒക്കെ ആകാനുള്ള ആളാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. വീട്ടുകാർക്ക് കുറച്ചൊക്കെ അറിയാമായിരുന്നു എന്ന് പറയുന്നു ഇത്തരമൊരു ചരക്കാണെന്ന്. ഫരീദാബാദിൽ ഗാസിപ്പൂരിൽ അദ്ദേഹത്തിനൊരു പച്ചക്കറി കടയൊക്കെ ഉണ്ട്. ഈ ഗോരക്ഷാ പ്രവർത്തനം കഴിഞ്ഞാൽ അതൊരു സാമൂഹ്യവിരുദ്ധ പ്രവർത്തനമായി കൊണ്ടു നടക്കുകയും ബാക്കിയുള്ള സമയം ഈ പച്ചക്കറി കച്ചവടവുമായിരുന്നു എൻ്റെ അളിയൻ്റെ ജോലി. രാജ്കുമാർ എന്നാണ് അളിയൻ്റെ ഒറിജിനൽ പേര്. പിന്നീട് സ്വീകരിച്ചതാണ് ബിട്ടു ബജ്റംഗി. അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കുറച്ചുകൂടി ഉചിതമായത് അതാണെന്നുള്ള രീതിയിലാണ് സംഗതിയൊക്കെ ചെയ്തത്. എന്നിട്ട് അലിഗഡിൽ അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരൻ വഴി വേറൊരു പെൺകുട്ടിയെ കണ്ടുപിടിച്ചതാണ്. ആ പെൺകുട്ടിയെ കണ്ടുപിടിച്ചു, കാര്യങ്ങളൊക്കെ ഉറപ്പിച്ചു. കല്യാണ ഡ്രസ്സ് എടുക്കാനുള്ള 30,000 രൂപ അളിയൻ വെണ്ടയ്ക്കായും കത്തിരിക്കായും ഒക്കെ വിറ്റതിൽ നിന്ന് നൽകി. ഇതെല്ലാം കഴിഞ്ഞ് ഘോഷയാത്രയായി എൻ്റെ അളിയൻ അലിഗഡിൽ ചെന്നപ്പോൾ പെണ്ണുമില്ല, വീടുമില്ല, ഒന്നുമില്ല, എല്ലാം പൂട്ടി അവർ സ്ഥലം വിട്ടിരിക്കുന്നു. ഇങ്ങനൊരു പശുപ്രേമിയുമായി ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ഏതെങ്കിലും കാട്ടിനകത്ത് വന്യമൃഗങ്ങളുമായി ജീവിക്കുന്നതാണ് നല്ലത് എന്ന് ഓർത്തങ്ങാണ്ട് പെൺകുട്ടി പോയിരിക്കുകയാണെന്നാണ് പൊതുവിലുള്ള അടക്കം പറച്ചിൽ. ഏതായാലും അളിയൻ ഇവിടുന്ന് ഒരുങ്ങി അവിടം വരെ പോയിട്ട് അളിയൻ തിരിച്ചിഞ്ഞ് പച്ചക്കറിക്കടയിൽ വന്നു. ഇതിപ്പോൾ ദേശീയ തലത്തിൽ ചാനലുകളിലെല്ലാം വലിയ വാർത്തയായി. ഇങ്ങനെയൊക്കെ നമ്മുടെ നാട്ടുമ്പുറങ്ങളിലൊക്കെ പെൺകുട്ടികൾ ഇല്ലാതാവുകയും കല്യാണം മുടങ്ങുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അളിയൻ തൃശൂലവും വാളും ഒക്കെ കയ്യിൽ വെച്ചതിന്, കുറ്റകൃത്യത്തിനും കലാപം ഉണ്ടാക്കിയതിനും കേസൊക്കെ ഉള്ള പ്രതിയും വലിയ ധീരനും ഒക്കെയായ ആളാണ്. ഇനിയിപ്പോൾ ഇത്തരത്തിൽ പെണ്ണുങ്ങൾ ഒളിച്ചോടിപ്പോയാൽ ഇനി അളിയന് നല്ലൊരു പെൺകിടാവുമായി അഥവാ ഒരു പശുക്കിടാവുമായി ജീവിക്കലേ സാധ്യമാവുകയുള്ളൂ എന്നാണ് എല്ലാവരും കമൻറ്റിലൊക്കെ ചോദിക്കുന്നത്. ചിലർ ചോദിക്കുന്നുണ്ട്, പെൺകുട്ടി പേടിച്ച് കാണും, ചിലപ്പോൾ ഇറച്ചിയായി വെട്ടി വേറെ രാജ്യത്തേക്ക് അയച്ചാലോ എന്നും ഭയന്നിട്ടുണ്ടാവും. അതോ ഇനി എപ്സ്റ്റീനിൽ പേരുള്ളത് കൊണ്ടാണോ ആ കുട്ടി പോയത് എന്നൊക്കെ എല്ലാവരും അന്വേഷിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, ചിലർ പറഞ്ഞിരിക്കുന്നത് ഒരു കാളയുമായി ജീവിക്കാൻ ആ പെൺകുട്ടി ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് രക്ഷപ്പെട്ടു പോയത് എന്നാണ് പറയുന്നത്. ഏതായാലും വലിയ ശക്തനും ക്രൂരനും ഭീകരവാദിയുമൊക്കെയായ എൻ്റെ അളിയൻ പെണ്ണില്ലാതെ ഒരുമാതിരി നനഞ്ഞ പപ്പടം പോലെ ഗാസിയാബാദിലെ പച്ചക്കറി കടയിലുണ്ട് എന്നാണ് പറയുന്നത്.